കൊല്ലം തങ്കശ്ശേരി മുതൽ ചവറ വരെ കടലിളകും. പിന്നാലെ പൊന്നാനി, ചാവക്കാട്, കൊച്ചി, ആലപ്പുഴ മേഖലകളും. കൊല്ലം രാജ്യത്ത് ആദ്യമായി കടൽമണൽ ഖനനം ആരംഭിക്കുന്നതു കൊല്ലം ജില്ലയിലെ തങ്കശ്ശേരിക്കു സമീപത്തുനിന്ന്. തങ്കശ്ശേരി മുതൽ വടക്കോട്ട് ചവറ വരെയാകും ആദ്യഘട്ടത്തിൽ ഖനനം. കൊല്ലത്തിന്റെ കടൽ മേഖലയിൽ 3 ബ്ലോക്കുകളിലായാണു ഖനനമെന്നു കേന്ദ്ര സർക്കാർ പറഞ്ഞിരുന്നെങ്കിലും പ്രദേശം ഏതെന്നു വ്യക്തമാക്കിയിരുന്നില്ല. തങ്കശ്ശേരി ലൈറ്റ് ഹൌസിനു സമീപത്തുനിന്നു വടക്കോട്ട് കടലിൽ 27 മുതൽ 33 കിലോമീറ്റർ വരെ ദൂരെയാണ് ആദ്യ ഖനന മേഖല. 2002 ഓഫ് ഷോർ ഏരിയാസ് മിനറൽ ഡെവലപ്മെന്റ് ആൻഡ് റെഗുലേഷൻ ആക്ടിൽ 2023 ഭേദഗതി കൊണ്ടുവന്നതിനു പിന്നാലെയാണു രാജ്യത്തെ 13 ബ്ലോക്കുകളിലായി കടലിൽ ധാതുഖനനത്തിനു കേന്ദ്ര ഖനിമന്ത്രാലയം ടെൻഡർ ക്ഷണിച്ചത്. ടെൻഡർ സമർപ്പിക്കാനുള്ള സമയപരിധി ഈ മാസം 27 വരെ ആയിരുന്നത് ഏപ്രിൽ 2 വരെ നീട്ടിയിട്ടുണ്ട്. കേരളത്തിൽ കണ്ണൂർ, കോഴിക്കോട്, പൊന്നാനി, ചാവക്കാട്, കൊച്ചി, ആലപ്പുഴ, കൊല്ലം എന്നിവിടങ്ങളിലെ കടലിൽ മണൽ പർവ്വതങ്ങൾ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും കണ്ണൂരിലും കോഴിക്കോടും കണ്ടെത്തിയ മണൽ നിർമ്മാണ ആവശ്യത്തിനു പറ്റിയതാണോ എന്ന് തിട്ടപ്പെടുത്തിയിട്ടില്ല. കൊല്ലത്തിനു പിന്നാലെ പൊന്നാനി, ചാവക്കാട്, കൊച്ചി, ആലപ്പുഴ മേഖലകളിലും ഖനനം നടത്തും. കടലിൽ നിന്നു മണൽ വാരാനാണു ലേലമെങ്കിലും കരിമണലിലേതിനു തുല്യമായ ധാതുക്കൾ കിട്ടിയാൽ ആണവധാതുക്കൾ ഒഴിച്ചു നിശ്ചിത തുക അടച്ചു ശേഖരിക്കാമെന്നു ടെൻഡർ വ്യവസ്ഥയുണ്ട്. ഫലത്തിൽ കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങളായ ഇന്ത്യൻ റെയർ എർത്ത് ലിമിറ്റഡും കേരള മിനറൽസ് ആൻഡ് മെറ്റൽസും പ്രധാനമായും ആശ്രയിക്കുന്ന കരിമണൽ സ്വകാര്യ കമ്പനികൾക്കും കടലിൽ നിന്നെടുക്കാം. രാജ്യത്തെ ഇൽമനൈറ്റ് ശേഖരത്തിന്റെ 70 മുതൽ 80 വരെ ശതമാനവും കേരള തീരത്താണെന്നാണു കണക്ക്. ഇതിന്റെ 82% കൊല്ലം ജില്ലയിലെ നീണ്ടകര മുതൽ ആലപ്പുഴ ജില്ലയിലെ കായംകുളം വരെയുള്ള 22.54 കിലോമീറ്ററിനുള്ളിലും. കരിമണൽ ഖനനം ഒരു കാരണവശാലും അനുവദിക്കില്ല. കരുനാഗപ്പള്ളി കൊല്ലം പരപ്പിൽ മത്സ്യ ആവാസ വ്യവസ്ഥയെ ബാധിക്കുന്ന കരിമണൽ ഖനനം ഒരു കാരണവശാലും അനുവദിക്കില്ലെന്നു അഖില കേരള ധീവരസഭ ജില്ലാ പ്രവർത്തക സമ്മേളനം. 27 നടക്കുന്ന തീരദേശ ഹർത്താലിൽ സഭയിൽ ഉൾപ്പെട്ട എല്ലാ മത്സ്യബന്ധനയാനങ്ങളും തങ്ങളുടെ തൊഴിൽ ഉപേക്ഷിച്ച് പണിമുടക്കിൽ പങ്കെടുക്കും. മത്സ്യത്തൊഴിലാളി കോഓർഡിനേഷൻ കമ്മിറ്റി നിശ്ചയിച്ച പ്രകാരം ജില്ലയിലെ എല്ലാ ഫിഷിംഗ് ഹാർബറുകളിലും മത്സ്യബന്ധന മാർക്കറ്റുകളിലും പ്രതിഷേധ സമര പരിപാടികളും ധർണയും നടത്താനും പ്രവർത്തക സമ്മേളനം തീരുമാനിച്ചു. ജില്ലാ പ്രസിഡന്റ് മുള്ളിക്കൽ രാജു അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി ബി പ്രിയകുമാർ, സംസ്ഥാന സെക്രട്ടറി ജെ വിശ്വംഭരൻ, കാവിൽ ബേബി, ആർ ബാലചന്ദ്രൻ, എം വത്സലൻ, ശരത്ചന്ദ്രൻ, ലിജിമോൻ, എൽ ശോഭ, ജോയി, വിവിധ കരയോഗം ഭാരവാഹികൾ എന്നിവർ പ്രസംഗിച്ചു. കടൽഖനനത്തിനെതിരെ ശക്തമായ പ്രക്ഷോഭങ്ങൾ ഉയർന്നുവരണം. കൊല്ലം കടലിന്റെ മുകളിലെ മണ്ണെടുത്താൽ ലാഭം കിട്ടുമെന്നതിന്റെ പരീക്ഷണമാണ് കൊല്ലത്ത് കടൽ ഖനനത്തിന്റെ പേരിൽ നടക്കാൻ പോകുന്നതെന്നും ഇതിനെതിരെ ശക്തമായ പ്രക്ഷോഭങ്ങൾ ഉയർന്നുവരണമെന്നും മന്ത്രി കെ എൻ ബാലഗോപാൽ. സിപിഎം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി നടത്തുന്ന സാംസ്കാരികോത്സവം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാഷ്ട്രീയ പാർട്ടി പ്രവർത്തനത്തിൽ ഏറെ പ്രധാനപ്പെട്ടതാണ് കലാ-സാംസ്കാരിക പ്രവർത്തനങ്ങൾ. കഥാപ്രസംഗം ഉൾപ്പെടെയുള്ള കലാപരമായ പരിപാടികളിലൂടെ സമൂഹത്തിൽ സന്ദേശം നൽകാനും അതുവഴി സമൂഹത്തിൽ മാറ്റം സൃഷ്ടിക്കാനും സാധിച്ചിട്ടുണ്ട്. മനുഷ്യനെ സജീവമായി നിർത്താൻ കലാ-സാംസ്കാരിക രംഗങ്ങൾ വലിയ പങ്ക് വഹിക്കേണ്ട കാലമാണ് ഇത്. എന്നാൽ രാജ്യത്തെ നിലവിലെ അവസ്ഥ കലാകാരന്മാർക്കു സ്വതന്ത്രമായ അഭിപ്രായങ്ങൾ പറയാൻ കഴിയുന്ന തരത്തിലല്ല. പരിസ്ഥിതിയെയോ പ്രകൃതിയെയോ പറ്റി ഇനിവരും വർഷങ്ങളിൽ അഭിപ്രായം പറയാനാകാത്ത സ്ഥിതിയാണെന്നും മന്ത്രി പറഞ്ഞു. ഡി. സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. എഴുത്തുകാരനും മാധ്യമപ്രവർത്തകനുമായ ഏബ്രഹാം മാത്യു, കെ പി സജിനാഥ്, വി കെ ഷാജി, വസന്തകുമാർ സാംബശിവൻ, രാധ കാക്കനാടൻ, ആർ ബി ഷജിത്, ആശ്രാമം ഉണ്ണികൃഷ്ണൻ, എൻ ശിവശങ്കരപ്പിള്ള, ഷമ്മി പ്രഭാകർ എന്നിവർ പ്രസംഗിച്ചു. സാംസ്കാരികോത്സവത്തിന്റെ ഭാഗമായി കാർട്ടൂൺ, കഥാപ്രസംഗം, കവിതാലാപനം, ക്വിസ്, പ്രസംഗം, മുദ്രാവാക്യം എന്നീ ഇനങ്ങളിൽ മത്സരങ്ങൾ സംഘടിപ്പിച്ചു. ദേശീയ പ്രാദേശിക ഘടകങ്ങൾ സാഹിത്യരചനയിൽ എന്ന വിഷയത്തിൽ ഓപ്പൺ ഫോറം നടത്തി. സാംസ്കാരിക സമ്മേളനവും സമ്മാന വിതരണവും സാംസ്കാരിക ക്ഷേമനിധി ബോർഡ് ചെയർമാനും നടനുമായ മധുപാൽ ഉദ്ഘാടനം ചെയ്തു. മാർച്ച് 6 മുതൽ 9 വരെ കൊല്ലത്ത് നടക്കുന്ന സിപിഎം സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ട് 25,000 റെഡ് വോളണ്ടിയർമാരുടെ പരേഡും 2 ലക്ഷം പേരുടെ റാലിയും നടത്തും. ഫെബ്രുവരി 25 മുതൽ 28 വരെ തീയതികളിൽ വൈകിട്ട് 5 ലോക്കൽ അടിസ്ഥാനത്തിൽ റെഡ് വോളണ്ടിയർ പരേഡും സല്യൂട്ട് സ്വീകരിക്കലും നടക്കും.